ഇന്ത്യയിലെ മുഗൾ ഭരണകാലത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഈദ്ഗാഹ്, അതായത് മുസ്ലിം സമൂഹം പെരുന്നാൾ നമസ്കാരങ്ങൾക്കായി ഒത്തുകൂടുന്ന ഈദ്ഗാഹ് മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടത്. ആ നിർമ്മിതിയിൽ ഒന്നാണ് ഇത്. ചരിത്രം ഒരിക്കലും മരിക്കുന്നില്ല, മറയ്ക്കപ്പെടുന്നുമില്ല. ഉണർന്നു തന്നെ ചരിത്രം നിൽക്കുന്നു. ചരിത്രം ഉറങ്ങിയാൽ നാം ഒരിക്കലും ഉണരാൻ സാധിക്കുകയില്ല. ചരിത്രത്തെ നാം മുൻപേ നടന്നവരുടെ കാൽപ്പാടുകളായി, നമുക്ക് തിരുശേഷിപ്പുകളായി അവശേഷിപ്പിച്ച കാര്യങ്ങളാണെന്ന് നാം അറിയണം. നാം നമ്മെ അറിയണം. നാം ഏതിലൂടെ ഈ കാണുന്ന യുഗത്തിൽ ഇത്രയും സൗഭാഗ്യങ്ങൾ ജീവിതം നയിക്കുന്നു എന്ന് നാം അറിയുക. മുൻകാലങ്ങളിൽ പലരും സമ്മാനിച്ച അവരുടെ ജീവത്യാഗങ്ങളാണ് നമുക്ക് ഇന്ന് മുതൽക്കൂട്ടായിട്ട് നമ്മോടൊപ്പം നമ്മുടെ സുഖ സൗകര്യങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഡൽഹിയിൽ മെഹ്റൗലി പ്രദേശത്താണ്. മെഹ്റൗലി പ്രദേശത്ത് നിന്ന് സൂഫി സെയിൻറ്റ് ആഷിഖ് അല്ലാ പീർ ദർഗാ ഷെരീഫിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഈദ്ഗാഹ് സ്ഥിതി ചെയ്യുന്നത്. ആഷിഖ് അല്ലാ, ദൈവത്തെ ഏറ്റവും കൂടുതൽ പ്രണയം വരിച്ച എന്ന വാക്കാണ് ആഷിഖ് അല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ, അത് സ്നേഹമാണ്, കരുണയാണ്, കാരുണ്യമാണ്, കരുണാ കടാക്ഷമാണ്. അത് എവിടെയാണ്? ആകാശങ്ങൾക്ക് മുകളിലോ ഭൂമിക്ക് താഴെയോ? അതിന് ദിശ ചിലർ പടിഞ്ഞാറേക്ക് പോകും, അല്ല, എല്ലാ ഭാഗങ്ങളിലും അവൻ നിറഞ്ഞിരിക്കുന്നു. കരുണാമയനായി, കാരുണ്യവാനായി ഏതിലും അവന് മാത്രമാണ് ദർശിക്കാൻ സാധിക്കുക. പ്രപഞ്ചത്തിൽ മുഴുവൻ അവൻ ഒഴുകി നിൽക്കുന്നു കാരുണ്യമായി. പ്രഭാതത്തിൽ സൂര്യനായി അവൻ പ്രത്യക്ഷപ്പെടുന്നു. സൂര്യൻ ഇല്ല എങ്കിൽ പ്രകൃതിയിൽ ഒരു ജീവജാലങ്ങളും ഇല്ല. ഫോട്ടോസിന്തസിസ് എന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടന്നില്ല എങ്കിൽ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കുകയില്ല, വളരുകയില്ല, ഒരു ജീവജാലങ്ങൾ ജീവിക്കുകയുമില്ല. നാം അറിയുക, എല്ലാം നമ്മളിൽ തന്നെയാണ്. ദൈവത്തിന് അമ്പലങ്ങളുടെ ആവശ്യമില്ല. ഉണ്ടോ? പള്ളികളുടെ ആവശ്യങ്ങളുണ്ടോ? ചർച്ചിൻ്റെ ആവശ്യങ്ങളുണ്ടോ? കരുണാമയന് ഇരിക്കാൻ ഏതെങ്കിലും 4 ചുവരുകൾക്കുൾ മതിയാകുമോ? ചിന്തിക്കൂ, എല്ലാം നമ്മളിൽ. എല്ലാ വേദഗ്രന്ഥങ്ങളിലും വ്യക്തമായി ഇത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കാലാകാലങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ, വേദാന്തികൾ, പ്രവാചകന്മാർ, അവരുടെ തലമുറക്കാർ എല്ലാം വന്നത് സത്യം മനുഷ്യനിലേക്ക് പകർന്നു കൊടുക്കാനാണ്. മനുഷ്യനിൽ നിന്നാണ് അവരെ തിരഞ്ഞെടുക്കപ്പെട്ടതും നിയോഗിക്കപ്പെട്ടതും. ഓരോ ദേശങ്ങൾക്ക് അനുസൃതമായി ഭാഷകൾക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇപ്പോൾ നാം ഭാരതത്തിൽ ജീവിക്കുന്നു. ഏറ്റവും സനാതനമായ ധർമ്മമുള്ള ഏറ്റവും നല്ല ഒരു മണ്ണാണ്. എല്ലാ വൈദേശിക മതങ്ങളെയും ചുമലിലേറ്റിയ, നെഞ്ചേറ്റിയ പാരമ്പര്യമുള്ള നമ്മുടെ മണ്ണ്, ഭാരതാംബ, സ്നേഹമുള്ള മണ്ണ്. ഈ മണ്ണ് ഇന്ന് ഏതവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും വില ഇരുത്തേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇനിയും തലമുറകൾ ഈ ഭൂമിയിൽ സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ, സഹനത്തോടെ, ക്ഷമയോടെ ജീവിക്കാനുള്ള അവസ്ഥ സംജാതമാകണം. ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ ഇല്ല. അവൻ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. അവൻ കരുണ മാത്രമാണ്.
കാരുണ്യമാണ്. ഈ കാരുണ്യം എന്നത് എവിടെയാണ് ഉറവപ്പെട്ടുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിലെ ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ആരാണ് നോക്കുന്നത്? നാം തന്നെയാണ് ഉൾക്കാഴ്ചയിലൂടെ അവനെ ദർശിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ദർശനങ്ങൾ ശരിയായ പന്ഥാവിലാണെങ്കിൽ തീർച്ചയായും നാം ജന്നത്ത്, അതായത് സ്വർഗത്തിൽ തന്നെയാണ്. ഇത് തന്നെയാണ് സ്വർഗം. നാം ശവമായി പോയാൽ പിന്നെ എന്താണ്? ഒരു കോഴിയെ ഒരാൾ കൊന്നു എന്ന് വിചാരിക്കുക, പിന്നെ ആ കോഴിക്ക് എന്തെങ്കിലും കാണാൻ പറ്റും? അതുപോലെയല്ലേ നാം മൃതമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ദർശിക്കാനോ അറിയാനോ മറ്റോ നമുക്ക് സാധ്യമാണോ? ഇല്ലല്ലോ. മനസ്സിലാക്കൂ, അറിയൂ, നാം നമ്മെ അറിയൂ. ഹോളി ഖുറാനിലെ ഒരു വചനമുണ്ട്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഏതൊരുവൻ അവനിലെ യാഥാർത്ഥ്യത്തെ, സത്യത്തെ അറിഞ്ഞു, അവൻ തീർച്ചയായിട്ടും അവൻ്റെ ദൈവത്തെ തീർച്ചയായിട്ടും ദർശിക്കും. ആ യാഥാർത്ഥ്യം അറിയണം. ആ യാഥാർത്ഥ്യം അറിയാനാണ് നാം ഭൂമിയിൽ ജനിച്ചത്. അല്ലാതെ കുറേ സ്വത്തും മുതലും മാളികകളും ബാങ്ക് ബാലൻസും എന്താണ് ഗുണം ചെയ്യുക? ഇത് ഗുണം ചെയ്യുമോ? നാം കുറേ നോട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഇതിൻ്റെ അവകാശം നമുക്കാക്കാൻ കഴിയുമോ? നാം പെട്ടെന്ന് മൃതിയടഞ്ഞാൽ, മരണപ്പെട്ടു പോയാൽ നമുക്ക് ഇത് ഉപകരിക്കുമോ? നിങ്ങൾക്ക് ധനം കിട്ടിയെങ്കിൽ അത് ദാനം ചെയ്യാനാണ്, എല്ലാവരിലേക്കും എത്തിക്കാനാണ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനാണ്, ഒരുമിച്ച് കാണാനാണ്. തത്വമസി, തീർച്ചയായും നിൽ തന്നെയാണ് തത്വം അസി, ആ ദൈവം കുടികൊള്ളുന്നത്, ആ ചൈതന്യം കുടികൊള്ളുന്നത്. അറിയുക, അറിവാണ് ഈശ്വരൻ. അലിഫാണ് അള്ളാഹു. അലിഫ് മീൻസ് അലിഫ് അള്ളാഹ്, അലിഫ് ലാം മീം ഇൽമ. പൗരോഹിത്യം അതിനെ വ്യഭിചരിച്ച് പറയും, ഇൽമ് അല്ല. അലിഫും ലാമും മീമും. ദാലിക്കൽ കിതാബു ലാ റൈബ ഫിഹി ഹുദൽ മുത്തഖീൻ. ദാലിക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് എന്നാണ്. ഏതാണത്? പല ഗ്രന്ഥങ്ങളിലും ഒതുക്കി വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളും ചര്യകളും ആചാരങ്ങളുമാണ്. അല്ല, പ്രപഞ്ചം. നീ അതിനെ നോക്കൂ. വബി ഐ ആല റബ്ബിക്കുമാ തുകദ്ദിമാൻ. ഈ പ്രപഞ്ചത്തെ എന്തിനും ഒരു ഉപജ്ഞാതാവ് വേണമല്ലോ. ഉപജ്ഞാതാവില്ലാതെ എന്തെങ്കിലും ഉണ്ടാകും? നമുക്ക് കുട്ടികൾ, നമ്മുടെ പരമ്പരകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നാം ഉണ്ടായത് എങ്ങനെയാണ്? മാതാപിതാക്കളുണ്ട്. എപ്പോഴും ഒരു പ്രൊഡക്ഷൻ മാനേജർ വേണം എല്ലാത്തിൻ്റെയും പേരിൽ. അറിയുക, നിങ്ങളെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വരനെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. തൽക്കാലം വിട. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. തുടർന്നും ഇന്ത്യയുടെ പൊരുളുകൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സ്നേഹത്തോടെ മൃത്യുഞ്ജയാനന്ദ ദാസ്, പി.